എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസിന് ഗുണകരമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഋതു സാദിയും വളരെ മോശമായ രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. കാരണം ഈ പൊന്നുമടത്തിന് നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓട്ടോ കത്തി അത് പോരാഞ്ഞിട്ട് പോലീസ് കയറി ഇറങ്ങുന്നു. അങ്ങനെ 100 കൂട്ടം പരാതികളും പരിഭവങ്ങളാണ്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് സേതുവിനും പല്ലവിക്കൊന്നും തോന്നില്ല. കാരണം അവരുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളോ വീഡിയോകളെന്ന് നന്നായിട്ട് അറിയായിരുന്നു പല്ലവിക്ക് സേതുവിനും. പിന്നീട് സേതുവിനായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങള് എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അവരോടൊപ്പം നിൽക്കുള്ളെന്നറിയാം. ഈ കുടുംബത്തിലെ അന്തസ്സും അഭിമാനം കളഞ്ഞു കുളിക്കാല്ലേ അച്ഛനെ അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ എന്നൊക്കെ ചോദിക്കണം. സേതു പറഞ്ഞു, ഋതുവിനോട് ഒരു അക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കല്ലേ. നീ കളിച്ച നാടകം എന്താന്ന് ഞാനിവിടെ വിളിച്ചു പറഞ്ഞാണ്ടല്ലോ. പിന്നെ നിനക്ക് ഇവിടെ തലയെ മുണ്ടിട്ടുകൊണ്ട് ഓണ്ട് വരും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയാം. ഇത് കേട്ട സ്വാതി ഒരു സംശയത്തോട് കൂടിയിട്ട് ഋതുവിനെ നോക്കുകയാണ് എന്തെന്നുള്ള രീതിയിൽ. പെട്ടെന്ന് ഋതു അങ്ങോട്ട് വിഷയം മാറ്റുകയാണ്. കാരണം അന്നൊരു തട്ടിക്കൊണ്ടുപോകാൻ നാടകങ്ങളൊക്കെ നടത്തിയായിരുന്നു അച്ചുവിനെ. അത് പക്ഷേ ഋതുവിനും പല്ലവിക്ക് സേതുവിനൊക്കെ അറിയത്തുള്ളൂ, സ്വാതിക്കൊന്നും അറിയത്തില്ല. പിന്നീട് പല്ലവിയോട് സേതു പറഞ്ഞു, ബാ പല്ലവി എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം. ആ സമയം ഋതുവിനോട് സ്വാതി ചോദിച്ചു, അല്ല അയാൾ എന്താ അങ്ങനെ പറഞ്ഞത്? എന്തോ വേറെന്തോ കാര്യം എന്തോ അർത്ഥം വെച്ച് പറഞ്ഞേ. അയാളുടെ സ്വഭാവം അറിയാവുന്നല്ലേ, അയാൾക്ക് ലക്കും ലഗാനൊന്നും ഇല്ലാത്തോണ്ടാന്ന് പറയണം. പിന്നീട് മുറിയിലേക്ക് പോകുന്ന സമയത്ത് പല്ലവി സേതുവിനോട് ചോദിച്ചു, ഋതുവിന്റെ മുഖം ശ്രദ്ധിച്ചോ? അവളുടെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നണമെന്ന് പറയാം. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു, എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അവൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ. ഒരു പക്ഷെ ഇതിന്റെ പിന്നില് അവളാണോന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കണം എന്ന് പറയാം. അത് ശരിയാ, മിക്കവാറും അവളെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുള്ളൂ. ഇതിനു മുമ്പ് അച്ഛനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചോളാ. അപ്പൊ അവള് എന്തും ചെയ്യാൻ മടിക്കാത്തോളാ. അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സേതുവേട്ടാ. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവളായിരിക്കും എന്ന് പറയാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് ഫോറൻസിക്കാര് തെളിവെടുപ്പിന് വരുവാണ്. അങ്ങനെ കത്തിയ ഓട്ടോറിക്ഷയിൽ നിന്ന് അവര് തെളിവുകളൊക്കെ ശേഖരിക്കണം. അപ്പൊ പെട്രോൾ ഒഴിച്ചാൽ കത്തിച്ചാൻ അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തെളിവെല്ലാം ശേഖരിച്ചതിന് ശേഷം നിരഞ്ജനാമ്പാടും പൊന്നുമടത്തിലേക്ക് വരുന്നുണ്ട്. ആ സമയം സേതുവും പല്ലവി ഇവിടെയുണ്ട്. പിന്നീട് സേതു എന്നിട്ട് ചോദിച്ചു, എന്തായി മാഡം കാര്യങ്ങള്? തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുക. അധികം വൈകാതെ തന്നെ ആ പ്രതിയെ കണ്ടെത്തിയിരിക്കുമെന്ന് പറയണം. പല്ലവി പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. അത് മാത്രമല്ല ഇതിന് പിന്നിലൊരു കൊലയാളി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ടെന്ന് പറയണം. അത്രമാത്രം ശ്രീഹരിക്ക് പൊള്ളലേക്കണമെങ്കിൽ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ശ്രീഹരിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോന്നും അറിയില്ല. ശ്രീഹരി ഒരു പക്ഷേങ്കില് ഞാൻ ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ ഒന്നും പുറത്ത് പറയാത്തെ, എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് പുറത്ത് പറയാത്തെന്ന് അറിയില്ല മാഡം എന്ന് പറയണം. ധൈര്യമായിട്ടിരിക്കും രണ്ടുപേരും, ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ നോക്കാം, ഞങ്ങൾ അന്വേഷിക്കാം, അന്വേഷിച്ചു ഉടനെ എന്നെ കണ്ടെത്തുമെന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല വേറെ ആരെങ്കിലും ശത്രുക്കൾ ശ്രീഹരിക്കുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞ, അങ്ങനെ അവന് ശത്രുക്കളൊന്നും വേറെ ഇല്ലാന്ന് പറയാം. പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ മാഡത്തിന് അറിയാവുന്ന കാര്യങ്ങളല്ലേ. അന്ന് ആ നിഖിലുമായിട്ടുള്ള കല്യാണം മുടങ്ങിപ്പോയി. ആ സമയത്താണ് ശ്രീഹരിയും അച്ഛനും തമ്മിലുള്ള കല്യാണം നടന്നേ. അപ്പൊ അതിന് അവന് ദേഷ്യം ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും അവൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല. പിന്നെ ഈ ആകെപ്പാടെയുള്ള പ്രശ്നം ഈ ഓട്ടോറിക്ഷ പ്രശ്നം തന്നെയാണ്. ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നതിന് ചൊല്ലികളെ അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സംഭവ വികാസങ്ങളാണോ ഉണ്ടായെന്നും പോലും അറിയില്ല എന്ന് പറയണം. നോക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അധികം വൈകാതെ തന്നെ ആരാണെങ്കിലും പിടിക്കപ്പെടുമെന്ന് പറയണം. അപ്പോഴേക്ക് ഋതു വന്നങ്ങോട്ട് എത്തി നോക്കുകയാണ്. ഋതു നോക്കുമ്പോ തന്നെ നിരഞ്ജനമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവരെങ്ങാനും വല്ലതും അറിഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? കാരണം കള്ളത്തരം ചെയ്യുടെ മനസ്സിലല്ലേ പെട്ടെന്ന് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുള്ളൂ. ഋതു വന്ന് ഇങ്ങനെ നോക്കുന്ന നിരഞ്ജനമാട് ശ്രദ്ധിച്ചു. നിരഞ്ജനമാടം പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് തോന്നുന്നേ കള്ളൻ ഇവിടെ തന്നെ ഉണ്ടെന്നാ തോന്നുന്നതെന്ന് പറയാൻ. അന്തമാടം അങ്ങനെ പറഞ്ഞേ, മിക്കവാറും ഓട്ടോറിക്ഷ കത്തിയതിന്റെ പിന്നില് ഈ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വലിയ പങ്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്ന് പറയാം. അത് ചിലപ്പോൾ ശരിയായിരിക്കുന്നു പല്ലവിക്ക് സേതുവിനും തോന്നി. ഈ വീട്ടിൽ ആരുടെയും സപ്പോർട്ടോട് കൂടിയായിരിക്കും ഒരു പക്ഷെ ഓട്ടോറിക്ഷ കത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ശ്രീഹരിനെ മിക്കവാറും ഇല്ലാതാക്കാനും കൂടെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉത്തരം വെറുതെ വിടത്തില്ല. അങ്ങനെ എന്തേലും ആരും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടത്തില്ലെന്ന് തന്നെ സേതു കണക്കൂട്ടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, തന്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് തനിക്കവന്. അവൻ അനാഥനാണെന്നൊരു ചിന്ത അവനുണ്ടെങ്കിലും താൻ അവന്റെ ഏട്ടനാണ്. ആ ഒരു ചിന്ത സേതുവിന്റെ മനസ്സിലുണ്ട്. അവനൊരു പോറല് പോലെ സംഭവിച്ചാൽ സഹിക്കാൻ പറ്റില്ല. ആ സമയത്താണ് ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായേക്കണേ. ഈ സമയം ശ്രീഹരി പതുക്കെ കിടന്ന് മയങ്ങാണ്. അപ്പൊ അച്ചു അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അച്ചു അടുത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീഹരി എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സ്വപ്നം കാണുക. ശ്രീഹരി ആരോ കൊല്ലാൻ വരുന്നതായിട്ട്. വായ ഇങ്ങനെ
മൂടിപ്പൊത്തി കൊല്ലാനായിട്ട് അങ്ങ് തുടങ്ങണേ. അങ്ങനെ കാണിക്കുന്നുണ്ട് പ്രൊമോ വിശേഷത്തിൽ. അത് മിക്കവാറും സ്വപ്നം കാണുന്ന അതിനാണ് ചാൻസ്. കാരണം ശ്രീഹരി ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷ കത്തുന്ന സമയത്ത് ശ്രീഹരിനെ ആരോ കൊല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഈ പറയണ സേതുവിനോടോ പല്ലവിയോടോ ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യം ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് ഓടിയെത്തിയ ആള് ശ്രീഹരിയാണ്. ശ്രീഹരിയുടെ ദേഹം അത്രമാത്രം പൊള്ളണമെങ്കിൽ ശ്രീഹരിനെ അവിടെ വെച്ച് തീർക്കാനായിട്ട് ആ തീക്കകത്തേക്ക് തള്ളിയിടാനായിട്ട് ആരോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രീഹരിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ശ്രീഹരി അങ്ങനെ ഭയന്നത്. അങ്ങനെ ശ്രീഹരിനെ കൊല്ലാൻ വരുന്നതിന് ശ്രീഹരി കിടന്ന് ഭയങ്കരമായിട്ട് കുതിര പിടിച്ച് അയ്യോ അയ്യോ എന്ന് ശ്വാസം കിടാതെ കിടന്ന് പിടയ്ക്കുവാണ്. അപ്പോഴേക്കും പെട്ടെന്ന് അച്ചു ശ്രീഹരിനെ തട്ടി വിളിച്ചു. ശ്രീഹരി എന്താ ശ്രീഹരി, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ശ്രീഹരി പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു. വേർത്ത് അങ്ങോട്ട് ആകെപ്പാടെ കുളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ ആരും കൊല്ലാൻ വരുന്നുണ്ടെന്ന് പറയണ. കൊല്ലാനോ? ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ മാത്രം ഉള്ളല്ലോ എന്ന് പറയണ. അല്ലച്ചു, ആരും എന്നെ കൊല്ലാനായിട്ട് വന്നു പറയണം. ശ്രീഹരി സ്വപ്നം കണ്ട വേറെ ആരും ഇവിടെ ഇല്ലാന്ന് പറയാം. പെട്ടെന്ന് അച്ഛന് എന്തോ ഒരു പേടിയൊക്കെ തോന്നി. അച്ചു പറഞ്ഞു, എന്താ ശ്രീഹരി, എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാൻ. ഒന്നുമില്ല. പിന്നെ എന്താ ഇങ്ങനെ, എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് പറയണം. ഒന്നുമില്ല അച്ചു എന്ന് പറയണം. പക്ഷെ അച്ചുവിന് മനസ്സിലായി ശ്രീഹരിയുടെ ഉള്ളിൽ എന്തോ ഒരു ഭയം കയറിയിട്ടുണ്ടെന്ന്. ശ്രീഹരി പറഞ്ഞു, എനിക്ക് തോന്നേ എന്നെ കൊല്ലൂന്ന് എനിക്ക് തോന്നേ. അവരെന്നെ കൊല്ലാനായിട്ട് പിന്തുടർന്ന് വരുന്നുണ്ട്. എന്റെ പുറകെ ആരോ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുമെന്ന് പറയണം. അച്ചു പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ട് മയക്കോ, ഞാനല്ലേ ഇവിടെ അടുത്തിരിക്കുന്നത്, ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരിയുടെ കയ്യിലേക്ക് പിടിക്കുക. ശ്രീഹരിക്ക് അത് ഭയങ്കര ആശ്വാസമായിട്ട് തോന്നി. കാരണം ആ സമയത്ത് തൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ, തന്നെ ഭയപ്പെടുത്തുന്ന ആ നിമിഷങ്ങളിലൊക്കെ തൻ്റെ ഒപ്പം ഒരാളുണ്ടല്ലോ എന്നൊരു ചിന്ത ശ്രീഹരിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ശ്രീഹരി വീണ്ടും കിടന്ന് മയങ്ങുവാണ്. ഈ സമയത്ത് ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശോഭയും മുകുന്ദനും. കാരണം മുകുന്ദൻ മാഷോ ശോഭയും പറയുന്ന കാര്യങ്ങളൊന്നും പാറു കേൾക്കുന്നില്ല. അതാണ് അവരുടെ മെയിൻ പ്രശ്നം. പാറുവിനോടെയും ജോലിക്കും പോകണ്ട കോളേജിലേക്കും പോകണ്ടെന്നും പറഞ്ഞിട്ട് പാറു ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല. പാറു പറയുന്നത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞാൻ വീട്ടിലിരിക്കുന്നത്, എനിക്ക് എന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ശോഭ പറഞ്ഞു, നീ ഇന്നത്തോട് കോളേജിൽ പോകണ്ട, നിനക്ക് ഞങ്ങൾ കല്യാണം ആലോചിക്കുന്നുണ്ട്, നീ അതിന് സമ്മതിക്കണമെന്ന് പറയാം. പക്ഷെ പാറു പറഞ്ഞു, വേണ്ട, എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടാന്ന് ഒറ്റ കാലത്ത് തന്നെ നിർബന്ധം പിടിക്കണം. അവസാനം ശോഭ പറഞ്ഞു, എന്നാ എനിക്കൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം, ഇനി മുതൽ നീ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയണം. അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാറു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. പാറുവിനെ കണ്ടതും ശോഭ ചോദിച്ചു, ഇനി ഫുഡ് കഴിക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയും. ഇനിയിപ്പോൾ തമ്പുരാട്ടി എപ്പോഴായിരിക്കും പോലും കഴിക്കുന്നത്, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിച്ചോളാന്ന് പറയാം. ഇത് കേട്ടത് മൂന്നും ഭാഷ ചോദിച്ചു, അല്ല നീ എന്തിനുള്ള പുറപ്പാടാന്ന് ചോദിക്കാം. പുറത്തേക്ക് അങ്ങനെ പോകാനുള്ള പ്ലാൻ ആണെങ്കിൽ അത് വേണ്ട, നീ തൊട്ട് ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയാം. നിന്റെ പഠിപ്പ് നിർത്തി നിന്നെ ജോലി നിർത്തി നീ വീട്ടിൽ ഇരുന്നോളാം പറയാം. അച്ഛൻ എന്ത് വർത്താനാ പറയണേ, ഞാൻ വീട്ടിൽ കയറി ഇരിക്കാനോ? അത് നടക്കുന്ന കാര്യമല്ല. എനിക്ക് ജോലിക്ക് പോകണം, പിന്നെ എനിക്ക് കോളേജിലും പോകണം. പാർട്ട് ടൈം ആയിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ കരിയർ നോക്കണ്ടല്ലേ എന്ന് ചോദിക്കാം. നീ ഒരു കരിയർ നോക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് വേണ്ടി ഒരു ആലോചന വെക്കുന്നുണ്ട്. അപ്പം നല്ലവനാണോ നോക്കിയിട്ട് ഞങ്ങൾ ആ ആലോചന അങ്ങ് നടത്തിവിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പം നിന്റെ സമ്മതവും ഞങ്ങൾ നോക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം പാറു പറഞ്ഞു, അത് ഞാനും കൂടെ തീരുമാനിക്കണ്ടേ, എൻ്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ. വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആള് ഞാനാണ്. അപ്പൊ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. എൻ്റെ ചേച്ചിയുടെ ജീവിതം നിങ്ങൾ കൊണ്ടാ നശിപ്പിച്ചു കളഞ്ഞു. ഒരു അന്വേഷണവും കാര്യങ്ങളോ ഒന്നുമില്ലാതെ എടുത്തടിച്ച് ഇടപഴിയുന്ന ഒരു കല്യാണം, കുറെ സ്വത്തും പണവും ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടേ എത്തിച്ചോ. അവസാനം മാനസികരോഗിയായ ഒരാളുടെ മുന്നിലേക്കല്ലേ. അതുപോലെ എൻ്റെ ജീവൻ നശിപ്പിക്കാണ്ട് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാൽ അതൊന്നും നടക്കില്ലെന്ന് പാറു ഉറപ്പിച്ചങ്ങോട്ട് പറയാം. അത് ശോഭയ്ക്കും മോദനും ഭയങ്കര അടിയായിപ്പോയി. ശോഭ പറഞ്ഞു, ആഹാ, അങ്ങനെയാണ് ഞങ്ങളും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിനക്ക് ആ ഇന്ദന്റെ അനിയനും വിശ്വത്തിനുമായിട്ടാണ് വല്ല കമ്പനി ഉണ്ടെങ്കിൽ അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ ഞങ്ങളുടെ രണ്ടിന്റെ ശവമായിരിക്കും നീ കാണാൻ പോണെന്ന് പറയാം. ഇത് കേട്ടോ പാറു പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തായോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? വെറുതെ അനാവശ്യം വിളിച്ച് പറയരുത്. എനിക്ക് ആരുമായിട്ട് യാതൊരു കമ്പനിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ച് പറയുവാണെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പാറു ദേഷ്യപ്പെട്ട് അങ്ങ് കയറി പോവാ. മൂന്ന ഭാഷ പറഞ്ഞു, കേട്ടില്ലേ ശോഭ അവള് പറഞ്ഞത്, അവള് പുല്ല് വിലയല്ല തന്നേന്ന് ചോദിക്കും. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് ശോഭ പറയാണ്. പിന്നീട് അവൻ ഋതു എന്ത് ചെയ്യണം, മുറിക്കകത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സ്വാതി അങ്ങോട്ടേക്ക് വന്നു. സ്വാതി വന്നിട്ടുണ്ടെങ്കിൽ അതെ, ഫോറൻസിക്കാർ തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ശേഖരിച്ചുകൊണ്ട് പോട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും പൂർണിമ അങ്ങോട്ട് വന്നു. പൂർണിമ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ പഴയ ഒരു ഭയമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാം. എന്തിന്? അല്ല, ഒരു പക്ഷേങ്കിൽ ഇനി ആ ഓട്ടോറിക്ഷ കത്തിച്ച് ആരാന്ന് അറിയത്തില്ലോ, ഇനി നമ്മളെ വല്ല ചോദ്യം ചെയ്യാനും പോലീസ് ഒന്നിനും ഇപ്പം നമ്മളാണെങ്കിലും പറയുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, നമ്മൾ തെറ്റും ചെയ്തിട്ടില്ലോ അമ്മേ, പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കാം. എന്നാലും മനസ്സിനാകെ പാടൊരു ബുദ്ധിമുട്ട്.
ഓട്ടോറിക്ഷ ഒന്നും ആരെ കത്തിച്ചാലും അത് വല്ലാത്തൊരു കുറ്റം തന്നെയല്ലേ ചെയ്തേ, മഹാപാവല്ലേ ചെയ്തേ. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പം അറിഞ്ഞോണ്ട് ആരെങ്കിലും ചെയ്താണോ അറിയാതെ ചെയ്താണല്ലോ എന്ന് അറിയത്തില്ലെന്ന് പറയണം. ആ സമയം സ്വാതി പറഞ്ഞു, എന്താണെങ്കിലും നല്ല കാര്യം തന്നെയാ ചെയ്തു വെച്ചിരിക്കുന്നത്, കത്തിപ്പോയല്ലോ. ഇനിയിപ്പം നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് ആരും വരത്തില്ല, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലോ എന്ന് പറയാം. ഋതു അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാണ്. കാരണം ഋതുവിനല്ലാതെ പറയാൻ പറ്റില്ല. താനെങ്ങാനും കുറ്റവാളി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു, തന്റെ ചീട്ട് കയറും, താൻ ജയിലിലേക്ക് പോകുന്നുള്ള കാര്യം ഋതുവിന് 100-150% ഉറപ്പായിരുന്നു. കൂടാതെ ഫോറൻസിക്കാരൊക്കെ വന്ന് അന്വേഷിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എപ്പോഴും ഏത് നിമിഷം വെള്ളം പിടിവിടാം. ഒരു പക്ഷേ ഗുണ്ടാജേനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനും അകത്ത് പോകുന്നുള്ള കാര്യം ഋതുവിന് നന്നായിട്ട് അറിയായിരുന്നു. ആ സമയം ശ്രീഹരിയുടെ അടുത്ത് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ ശ്രീഹരിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ശ്രീഹരിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനെ താൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണല്ലോ എന്നൊരു ചിന്തയൊക്കെ ശ്രീഹരിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ശ്രീഹരി അച്ഛനോട് പറഞ്ഞു, അതെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണമെന്നില്ലെന്ന് പറയാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ഇപ്പോഴാണെങ്കിൽ തന്നെ അച്ഛനാണെങ്കിൽ ശരിക്കും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. എന്താ ശ്രീഹരി അങ്ങനെ പറഞ്ഞേ? ഞാനൊരു ഭാര്യയല്ലേ, ഭാര്യയുടേതായ കടമകളൊക്കെ എനിക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അങ്ങനെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ശ്രീഹരിന്റെ കയ്യെ പിടിച്ചു കൊണ്ടാനായിട്ടൊക്കെ അച്ചുവാണ് പോകുന്നത്. ശ്രീഹരിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നീട് ശ്രീഹരി വന്ന് കിടക്കുന്ന സമയത്ത് ശ്രീഹരി പറഞ്ഞു, ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നൽ വരുന്നതെന്ന് പറയാം. ഇത് കേട്ടതും അച്ചു ചോദിച്ചു, അതെന്താ? അല്ല നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഭാര്യയായിട്ടുണ്ടല്ലോ എന്ന് പറയണം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ നല്ലൊരു ഭാര്യയെന്ന് ശ്രീഹരിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അതെന്താ അങ്ങനെ? അല്ല ഇത്ര ദിവസം ആയില്ലേ, 2 ദിവസം ആയില്ലേ ഞാൻ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, അപ്പൊ എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം, എന്താ? ഒരു പക്ഷെ ശ്രീഹരിയുടെ സങ്കല്പത്തിലുള്ള ആ ഒരു ഭാര്യ തന്നെയാണോ ഞാൻ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ശ്രീഹരിയുടെ കണ്ണ് നിറഞ്ഞു വന്ന്, എന്താ അച്ചു ഇങ്ങനെയൊക്കെ പറയണേ? എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. കാരണം ശ്രീഹരിയുടെ മനസ്സ് മാറി വരുമായിരുന്നു. ശ്രീഹരിക്ക് മുമ്പ് ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. തനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞപ്പം തൻ്റെ കൂടെ നിൽക്കാനായിട്ട്, തന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ഇവളെ ഉണ്ടായിരുന്നുള്ളല്ലോ. ഒരു ഭാര്യയുടെ ധർമ്മം എന്താന്ന് ഒക്കെ അതെല്ലാം ശ്രീഹരി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവളില്ലായിരുന്നെങ്കിലോ ഈ സമയത്ത് തന്നെ നോക്കാനായിട്ട് ഈ പറഞ്ഞ സേതുവേട്ടനോ മിത്രേട്ടനോ ആരെങ്കിലും വന്ന് നിൽക്കേണ്ട വന്നേനും. പക്ഷെ ഇവളുള്ളതുകൊണ്ട് ഒന്നും അറിയണില്ല, എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അങ്ങനെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തിന് ശ്രീഹരിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. പിന്നീട് അച്ഛൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും. അതെ ശ്രീഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അച്ഛൻ ജീവനോടെ ഇല്ലെന്ന് പറയണം, വിഷമങ്ങളും വേദനകളും ഒന്നും വേണ്ടെന്ന് പറയണം. പക്ഷെ ആ സമയത്തും ശ്രീഹരിയുടെ മനസ്സിൽ ആ ഒരു കൊലയാളി വരുന്നുണ്ട്. കാരണം അയാൾ തന്നെ കൊല്ലാൻ വരും എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം ശ്രീഹരിനെ കൊല്ലാനായിട്ട് ആരോ വരുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ വരണമെങ്കിൽ ശ്രീഹരിക്ക് അത് മുമ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നതൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.